ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പ്ലം കേക്കാണ് ചെയ്യാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കേക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ടൂട്ടി ഫ്രൂട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ബദാം, ചെറി, കാഷ്യൂനട്ട്, മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് 1 അവർ നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്, ഈസി റെസിപ്പിയാണ്. ഇനി ഒരു പാൻ എടുക്കുക, അതിലേക്ക് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് നമുക്ക് മെൽട്ടാക്കി എടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫൈനലി നമ്മൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം, അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് കൊടുക്കുക, 1/2 കപ്പ് പാലിട്ട് കൊടുക്കുക. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വെനില എസൻസ് അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് മൈദാണ് ഇട്ട് കൊടുക്കുക. ഞാൻ 1 കപ്പാണ് ആദ്യം ഇട്ടത്. 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ബേക്കിംഗ് സോഡ രണ്ടാമത് ഞാൻ 1/2 കപ്പ് ഇട്ട് കൊടുത്തു മൈദ. ഇനി 1 പിഞ്ച് ഉപ്പ്. ഇനി നമുക്കിതിനൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് എത്ര കേക്ക് ചെയ്യണോ അതിനനുസരിച്ച് നമുക്ക് മൈദ ഒക്കെ എടുക്കാം. ഇനി നമുക്കിതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ്. നിങ്ങളും ഈ ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി നമുക്ക് നേരത്തെ 1 അവർ കുതിർക്കാൻ വെച്ച ആ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സും മൈദയുടെ മുട്ട അതെല്ലാം ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നമുക്ക്. അപ്പോൾ ഫൈനലി നമ്മളെ കേക്ക് റെഡി ആവാനായി. അപ്പോൾ മിക്സിംഗ് ഒക്കെ കറക്റ്റ് വേണം. കേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അളവൊക്കെ കറക്റ്റ് ഉണ്ടാവണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും. ഇനി നമുക്കൊരു കേക്കിൻ്റെ പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് തേച്ച് കൊടുക്കാം. എല്ലാ സൈഡും ഒന്ന് തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫൈനലി ഇപ്പോൾ ഒരു 45 മിനിറ്റ്സ് വെച്ചാൽ നമ്മളെ കേക്ക് റെഡിയാവും. എല്ലാ അളവും കറക്റ്റായിരിക്കണം, എന്നാലേ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരും. അവസാനം നമുക്ക് ഇതിന് മുകളിലൊക്കെ ഒന്ന് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പകുതി വേവുമ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ചെറി ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ച് കൊടുക്കുക. ഭംഗിക്ക് വേണ്ടിയിട്ടാണ് വെക്കുന്നത്. കഴിക്കാൻ ഇഷ്ടമുള്ളവർ അധികം ഇട്ട് കൊടുക്കുക. 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോക്കിയാൽ നമ്മളെ കേക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കോലിട്ട് നോക്കിയതാണ്. അപ്പോൾ കേക്ക് വെന്തിട്ടുണ്ട്. നമുക്കിതിനൊരു വേറൊരു പാത്രത്തിലിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡൊന്ന് തട്ടി കൊടുക്കുക, അതൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട്. ഫൈനലി നമ്മളെ കേക്ക് റെഡിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഈ ക്രിസ്മസിനും ന്യൂ ഇയറിനും. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്